റൂത്ത് അധ്യായം 1 ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പാർട്ട് 3. ചോദ്യം: നവോമി എന്തുകൊണ്ട് അവർ മടങ്ങണമെന്ന് പറഞ്ഞു? ഉത്തരം: അവൾക്ക് ഇനി പുത്രന്മാർ ഇല്ലായിരുന്നു. വാക്യം 12. ചോദ്യം: നവോമി തൻ്റെ സ്ഥിതി എങ്ങനെ വിവരിച്ചു? ഉത്തരം: ഞാൻ വയോധികയാണ്, എനിക്ക് പ്രത്യാശയില്ല. വാക്യം 13. ചോദ്യം: യഹോവയുടെ കൈ എനിക്കെതിരെ എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: നവോമി. ചോദ്യം: ഓർഫ എന്ത് ചെയ്തു? ഉത്തരം: നവോമിയെ ചുംബിച്ച് മടങ്ങിപ്പോയി. വാക്യം 15. ചോദ്യം: നവോമി റൂത്തിനോട് എന്തു പറഞ്ഞു? ഉത്തരം: നിന്റെ സഹോദരി തൻ്റെ ജനത്തിങ്കിലും ദേവന്മാരെങ്കിലും മടങ്ങി. വാക്യം 16. ചോദ്യം: നീ പോകുന്നിടത്ത് ഞാൻ പോകും എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: റൂത്ത്. വാക്യം 17. ചോദ്യം: റൂത്ത് ഏത് ഗൗരവമായ പ്രതിജ്ഞ ചെയ്തു? ഉത്തരം: മരണം മാത്രം നമ്മെ വേർപിരിയട്ടെ. വാക്യം 18. ചോദ്യം: നവോമി റൂത്ത് ഉറച്ചതാണെന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഉത്തരം: അവളോട് സംസാരിക്കുന്നത് നിർത്തി. വാക്യം 19. ചോദ്യം: ബത്ലഹേമിൽ എത്തിയപ്പോൾ നഗരം എങ്ങനെ പ്രതികരിച്ചു? നഗരം മുഴുവൻ ചലിച്ചു. വാക്യം 20. ചോദ്യം: നവോമി തനിക്ക് എന്ത് പേര് വിളിക്കണമെന്ന് പറഞ്ഞു? ഉത്തരം: മാര. വാക്യം 21. ചോദ്യം: ഞാൻ നിറഞ്ഞുപോയി, ശൂന്യമായി മടങ്ങി എന്ന് പറഞ്ഞത് ആര്? ഉത്തരം: നവോമി. വാക്യം 22. ചോദ്യം: അവർ ബത്ലഹേമിൽ എത്തിയപ്പോൾ ഏത് വിളവെടുപ്പ് കാലമായിരുന്നു? ഉത്തരം: യവ വിളവെടുപ്പ് ആരംഭം.